മീഡിയക്കാർ തന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നതാണ്. എന്താണ് സാർ പറയാനുള്ളത്? കൊച്ചിയിലെത്തി വെറും ഒരാഴ്ച കൊണ്ടാണ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കൂട്ടങ്ങളെ പിടിച്ചത്. സാറുണ്ടായാലും തിരുവനന്തപുരത്ത് പോലെ കൊച്ചി ആവാനാണോ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകുന്നത്? ഞാൻ എന്റെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്തത്. അല്ലാതെ എനിക്കൊരു ജില്ലയെ പോലെ മറ്റൊരു ജില്ല ആക്കണം നിർബന്ധമില്ല. പിന്നെ ഈ ജില്ലക്ക് തന്നെ ഏറ്റവും ഭീഷണിയാവുന്ന റൗഡി കൂട്ടങ്ങളെയും നാടിന് തന്നെ നശിപ്പിക്കുന്ന മയക്കുമരുന്ന് കൂട്ടങ്ങളെയും ഈ അഭിനദേവ് കമ്മീഷണറായിട്ട് ഉള്ളിടത്തോളം കാലം വെച്ച് പൊറപ്പിക്കില്ല. അതിനി ഏത് കൊമ്പന്മാരുണ്ടെന്ന് പറഞ്ഞാലും ദാറ്റ്സ് ഓൾ. അതും പറഞ്ഞുകൊണ്ട് അവൻ തന്റെ ആഷ്കള ബുള്ളറ്റും എടുത്ത് പുറത്തേക്ക് പോയി. ഒരാഴ്ച മുമ്പ് നാടിനെ തന്നെ ആപത്തിലാക്കുന്ന ഒരു കൂട്ടം മയക്കുമരുന്ന് കൈമാറുന്ന ടീമിനെയാണ് കമ്മീഷണർ പിടിച്ചിരിക്കുന്നത്. അതും വെറും ഒരാഴ്ച കൊണ്ട് തന്നെ. ഇന്നേ വരെ ഒരു കേസും തെളിയിക്കാതിരുന്നിട്ടില്ല എന്ന റെക്കോർഡുള്ള ഒരു IPS ഓഫീസറെയാണ് ഇന്ന് കൊച്ചി കിട്ടിയിരിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് കുറച്ചു മുമ്പ് നിങ്ങൾ കേട്ടത്. ക്യാമറമാൻ അമീനൊപ്പം റിപ്പോർട്ടർ ഐഷ, കൊച്ചി കമ്മീഷൻ ഓഫീസിൽ നിന്നും ന്യൂസ്. സ്കൈ ബ്ലൂ അപ്പാർട്ട്മെന്റ്സ് എന്ന കൂറ്റൻ ഫ്ളാറ്റിനകത്തായി തന്റെ ബുള്ളറ്റ് പാർക്ക് ചെയ്തു. 25ഓളം നിലയുള്ള ഫ്ളാറ്റാണ്. കൊച്ചിയിലെത്തി ആകെ ഒരാഴ്ച ആയതേ ഉള്ളൂ. പോലീസ് ക്വാർട്ടേഴ്സ് ഒക്കെ എന്തോ പൊളിച്ചു കിട്ടുകയാണ്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഫ്ളാറ്റ് വാടക വാങ്ങിയത്. ലിഫ്റ്റിൽ കയറി 14ാമത് നിലയുള്ള ബട്ടൺ അമർത്തിയവൻ. ലിഫ്റ്റിലുള്ളവരൊക്കെ അവനെ ബഹുമാനത്തോടെ നോക്കി. കാരണം ഒരു പോലീസ് ഓഫീസറാണല്ലോ. ലിഫ്റ്റിൽ നിന്നിറങ്ങി തന്റെ ഫ്ളാറ്റായ 14C കയറി. മുറിയിലേക്ക് കയറി നേരെ ബെഡിലേക്ക് വീണവൻ. മുറിയിൽ ചുമരിലായി തന്റെയും ലച്ചുവിന്റെയും ഫോട്ടോസാണ്. ഒരുപാടൊന്നുമില്ലെങ്കിലും കുറച്ചെണ്ണ ഇരിപ്പുണ്ട്. അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാൻ. പക്ഷേ താൻ പിന്നീട് എടുക്കാം, ഇനിയും സമയം ഒരുപാടുണ്ടല്ലോ ഒന്നിച്ച് എന്ന് പറഞ്ഞ് അന്ന് അവൾ എടുക്കാനും സമ്മതിക്കാറില്ല. അവൻ ഓരോ ചിന്തയിലേക്ക് വീണു. ഇനിയും പറ്റില്ല തന്നെ കൊണ്ട് പിടിച്ചേൽക്കാൻ എന്ന് കരുതി അവൻ നേരെ ഒരു ലിക്കർ ബോട്ടിൽ വായിലേക്ക് അമഴ്ത്തി ബെഡിലേക്ക് വീണു. എന്നാൽ ആ നേരം അവൻ ഉച്ചരിച്ചത് ലച്ചു എന്ന് മാത്രമായിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ അതേ ഫ്ലാറ്റിലെ 12ാമത്തെ നിലയിലുള്ള 12Bയിൽ നിന്ന് അമ്മയും മക്കളും നല്ല അടിപിടിയിലാണ്. ആരാന്ന രണ്ടിന്റെയും വിചാരം? ആ ചെറുക്കനെ എന്താ ഇടിച്ചത്? ഇനി എന്തൊക്കെ പുകിലാണോ ദൈവമേ ഉണ്ടാകാൻ പോകുന്നത്? ആ കൊച്ചിന്റെ അച്ഛൻ പോലീസിലാണെന്ന ടീച്ചർ പറഞ്ഞ്. ഇതും പറഞ്ഞുകൊണ്ട് അവൾ തലക്ക് കൈ കൊടുത്ത് സോഫയിലേക്ക് ഇരുന്നു. അതിന് അമ്മ എന്തിനാ ഞങ്ങൾ വഴക്ക് പറയുന്നത്? അവനെ ഓരോന്ന് പറഞ്ഞോണ്ടല്ലേ. അല്ലു മിണ്ടാണ്ടിരുന്നോ, അല്ലെങ്കിൽ ദേഷ്യം വന്ന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല ഞാൻ. അവൻ അങ്ങനെയൊക്കെ വേണ്ടാത്ത പറഞ്ഞോണ്ടില്ലേ അമ്മ ഞങ്ങൾ അടിച്ചത്. അതിനവനെ മൂക്കിടിച്ച് പരത്തിയാണ് അതി വേണ്ടത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്നോട് പറയായിരുന്നില്ലേ? അല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ ടീച്ചറിനോട് പറയായിരുന്നില്ലേ? ഞാൻ അവിടെ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്, എന്നോട് പറഞ്ഞാൽ മതിയില്ലേ? ഈ പറഞ്ഞ് ഇഷ്ടപ്പെടാതെ രണ്ടുപേരും കൂടി മുറിയിലേക്ക് പോയി. ആ പോയവർ ആരാണെന്നല്ലേ? അലീന അഭിനയതയെന്ന് അല്ലുവും, അദീന അഭിനയതയെന്ന് അദിയും. മുടി 2 സൈഡിലാക്കി മുടഞ്ഞിട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞു ഫ്രോക്കാണ് രണ്ടുപേരുടെയും വേഷം. LKGയിലാണ് അവർ പഠിക്കുന്നത്. അതേ സ്കൂളിൽ തന്നെയാണ് ലക്ഷ്മിയും ജോലി ചെയ്യുന്നത്. അവൾ ഹൈസ്കൂൾ പിള്ളേരുടെ ടീച്ചറാണ്. വെറും 4 വയസ്സേ ഉള്ളെങ്കിലും അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ഐറ്റംസാണ് രണ്ടുപേരും. എന്തു തന്നെ ആയാലും നല്ല മിടുക്കികളാണ്. വികൃതിയും ഇഷ്ടം പോലെയുണ്ട് കയ്യും. എന്നാൽ അമ്മയെ സങ്കടപ്പെടുത്താറില്ല. മക്കളോട് ഇത്രയും ദേഷ്യപ്പെടേണ്ടായിരുന്നു എന്ന് വിചാരിച്ച് അവൾ നേരെ മുറിയിലേക്ക് കയറി. എന്നാൽ അവളെ കണ്ട് രണ്ടുപേരും മുഖം തിരിച്ച് കൈകെട്ടിയിരുന്നു. കവിളൊരു സൂചി കുത്തിയാൽ ഇപ്പം പൊട്ടുമെന്ന പോലെയാണ് രണ്ടുപേരുടെ ഇരിപ്പ്. ഇതുപോലെ തന്നെയാണ് ദേഷ്യം വന്നാൽ ദൈവം എന്ന് അവൾ ഓർത്തു. അമ്മയുടെ ചുന്ദരിമണികൾ ഇങ്ങോട്ട് നോക്കിയേ എന്ന് പറഞ്ഞ് അവൾ അവരുടെ മുമ്പിലായി മുട്ടൂത്തിയിരുന്നു. സോറി കുഞ്ഞൂസുകളെ, നമുക്ക് ദേഷ്യം വന്നോണ്ടല്ലോ വഴക്ക് പറഞ്ഞ്. നിങ്ങൾ രണ്ടാളും നല്ല കുട്ടികളാണെന്ന് നമുക്കറിയാം. പക്ഷെ ആ കുട്ടിയുടെ പാരൻസിന് എന്തൊക്കെ പുകരാനുണ്ടാക്കുന്നെന്ന് ഓർത്തല്ലേ അമ്മ ദേഷ്യപ്പെട്ടത്. അതിന് അവനല്ലേ ഞങ്ങൾക്ക് അച്ഛനില്ലെന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ച്. അവനോട് ഞങ്ങൾ പറഞ്ഞതാ വെറുതെ ഇരുന്ന് അടി വാങ്ങിക്കില്ലേ എന്ന്. അല്ലു അച്ഛനെന്ന് പറഞ്ഞു അമ്മയുടെ മുഖം വാർന്ന് കണ്ട രണ്ടുപേരും അവളോട് ഇന്ന് ചെയ്തതിനൊക്കെ സോറി പറഞ്ഞു. ഇനി അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് സോപ്പിട്ടു. അവൾക്കറിയാം ഓരോ പ്രാവശ്യം അടിയുണ്ടാവും, എന്നിട്ട് പ്രോമിസ് ഇടും ഇനി ചെയ്യില്ലെന്ന്. പക്ഷെ ഒന്നും പാലിക്കാറില്ല രണ്ടാളും. എന്ന് കരുതി അനാവശ്യത്തിന് വഴക്കിടാറില്ല ആരോടും. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ലക്ഷ്മി എന്ന ലിച്ചു തന്റെ കഴുത്തിലായി ആരും കാണാതെ പറ്റിപ്പിടിച്ച് കിടന്ന താലിമാല കയ്യിലെടുത്ത് കുറച്ചു നിമിഷം കണ്ണടച്ചിരുന്നു. എന്തു പറഞ്ഞാലും അവർക്ക് അവിടെ അച്ഛനായ ദൈവനെ പോലെ ഓരോ ന്യായങ്ങളും ഉണ്ടാകും. അവൾ ചിരിച്ചുകൊണ്ട് ഓർത്തു. അതേ നിമിഷം തന്നെ അവളുടെ ഓർമ്മയിലേക്ക് ആ രാത്രി ഓർമ്മ വന്നു. നീ കാരണം കൊണ്ടാ എനിക്കും ഹേമക്കും ഒന്നിച്ച് ജീവിക്കാൻ പറ്റാതായത് എന്ന ദേവിന്റെ നാവിൽ നിന്ന് കേട്ട ആ ദിവസം. വേണ്ട വെച്ച് അതൊന്നും ഓർക്കേണ്ട. അവരിന്ന് എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും. താൻ തന്നെ കുട്ടികളെ മാത്രം ആലോചിച്ചാൽ മതി. അവർക്ക് താൻ മാത്രമേ ഉള്ളൂ. നീ എൻ്റെ ഉള്ളിൽ മരിക്കുന്നവരെ കാണും ദൈവം. പക്ഷെ എനിക്കറിയാം നിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഉണ്ടാവില്ലെന്ന്. എൻ്റെ ഓർമ്മ തന്നെ ആ മനസ്സിലുണ്ടാവില്ലെന്ന്. നമ്മൾ ചെലവഴിച്ച ഒരു നിമിഷങ്ങളും നീ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലെന്ന്. എന്നാൽ അവൾ അറിഞ്ഞില്ല, അവളെയും ഇന്നേവരെ കാണാത്ത തൻ്റെ കൺമണിയുടെ മുഖവും ഓർത്താണ് അവൻ ഓരോ നിമിഷവും തള്ളി നീക്കുന്നതെന്ന്. സൂര്യരശ്മിയിൽ കണ്ണിലേക്ക് അടിച്ചു കയറുമ്പോഴാണ് ദേവ് എണീറ്റ്. സമയം ഇത്രയ്ക്ക് ആയോ? ഇന്നലെ എപ്പോഴാണ് കിടന്നതെന്ന് പോലും ഓർമ്മയില്ല എന്ന് ചിന്തിച്ചാൽ ഫോൺ എടുത്ത് നോക്കി. റിമൈൻഡറിൽ കിടപ്പുണ്ട്. ഇന്ന് DGP ആയിട്ട് മീറ്റിംഗ് ഉണ്ടെന്ന്. ബെഡിൽ നിന്ന് എണീക്കാൻ മടി തോന്നി അവൻ. പണ്ടും താൻ ഇങ്ങനെ തന്നെയായിരുന്നു. ലച്ചുവാണ് കുത്തിപ്പൊക്കി എണീപ്പിക്കാറ്. ഞാൻ എണീറ്റു എന്ന് തോന്നിയ പെണ്ണ ഒറ്റ ഓട്ടമാണ് മുറിയിൽ നിന്ന്.
കാരണം അവൾക്കറിയാം ഞാൻ പിടിച്ചാൽ പിടിവിടാൻ കുറച്ച് നേരമെടുക്കുമെന്ന്. അവൻ ചിരിയോടെ ഓർത്തു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ചെന്നീരിലൂടെ ഒഴുകി. ഇനിയും കിടന്നാൽ ചിലപ്പോൾ ഭൂതകാലത്തിൽ നിന്ന് മടങ്ങാനാവില്ലെന്ന് ചിന്തിച്ച് കണ്ണുനീർ തുടച്ചാൽ ഫ്രഷ് ആവാൻ കയറി. എന്റെ ദൈവങ്ങളെ, ഇതുങ്ങളെ കൊണ്ട് ഞാനുണ്ടല്ലോ. ഇപ്പൊ എല്ലടി പിള്ളേരെ ഞാൻ നിങ്ങളെ എണിപ്പിച്ച് അടുക്കളയിലേക്ക് പോയത്, അന്നേരം വീണ്ടും ഉറങ്ങിയോ? അമ്മ പ്ലീസ് 5 മിനിറ്റ്. 5 മിനിറ്റും ഇല്ല, വേഗം എണീക്ക്. ദേ സ്കൂൾ ബസ് ഇപ്പൊ വരും. രണ്ടുപേരും ഉറക്കുന്നു കൊണ്ട് എണീറ്റിരുന്നു. എന്നുമുള്ള കാഴ്ചയാണ് ലക്ഷ്മിന് ഇത്. പക്ഷെ ഈ കാഴ്ച എപ്പോഴും ദേവിന് ഓർമ്മ വരും. കാരണം അവനും ഇങ്ങനെ തന്നെയാണ്. താൻ 1000 വട്ടം വിളിച്ചാലാണ് എണീക്കുന്നത്. അവൾ അത് ഓർത്തുകൊണ്ട് നിശ്വസിച്ചു. ലക്ഷ്മി ഒരു തവിയും കൊണ്ട് മുറിയിലേക്ക് വന്നു. അവളുടെ ആ തവിയും മുഖത്ത് പറ്റി പിടിച്ച മാവും കണ്ടാൽ അറിയാം പെണ്ണ് ദോശയുടിയായിരുന്നെന്ന്. ബ്രഷ് ചെയ്യാൻ പേസ്റ്റ് തേച്ച് അതിയെയും മല്ലുവിനെയും അവൾ ബാത്റൂമിലേക്ക് വിട്ടു. ദോശ ചുട്ട് കഴിഞ്ഞ് നേരെ പോയി അവർ രണ്ടുപേരെയും കുളിപ്പിച്ച് അവളും കുളിച്ചു വന്നു. ഡ്രസ്സൊക്കെ തലേ ദിവസം തന്നെ അയൺ ചെയ്ത് വെക്കും. അതുകൊണ്ട് അല്ലു അതിയും യൂണിഫോമൊക്കെ ഇട്ട് മുടി കെട്ടി കൊടുക്കാൻ വെയിറ്റ് ചെയ്യും. അവൾ കുളിച്ചിറങ്ങുമ്പോൾ രണ്ടുപേരുടെയും മുടി 2 സൈഡായി കെട്ടിക്കൊടുത്ത് ഭക്ഷണം കഴിക്കാനിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒന്ന് നേരെ ചൊവ്വേ ശ്വാസം വിടാൻ പോലും സമയമില്ല ലച്ചുവിന്. ദേ വേഗം കഴിച്ച് രണ്ടുപേരും, അല്ലെങ്കിൽ ബസ് അതിന്റെ പാട്ടിന് പോവേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ രണ്ടുപേരുടെ പ്ലേറ്റിന് ദോശ നുള്ളിപ്പറിച്ചിട്ടു. അതിന്റെ ഇടയിൽ തന്നെ അവൾ കഴിച്ചെണീറ്റ് 3 പേർക്കുള്ള ലഞ്ച് ബോക്സ് തയ്യാറാക്കി ടേബിൾ ഉണ്ടായിരുന്ന ബാഗിൽ വെച്ചു. അമ്മ എന്താടാ, അമ്മ ഡയറി നോക്കിയില്ലായിരുന്നു ഇന്നലെ? അപ്പോഴാണ് അവൾ ഓർത്ത്, ശരിയാണ്, ഇന്നലത്തെ തിരക്കിനിടയിൽ നോക്കാൻ വിട്ടുപോയി. അലങ്കൃതിന്റെ പാരന്റ്സും അമ്മയിന്ന് പ്രിൻസിപ്പാളിനെ കാണുന്ന മിസ് ഡയറിയിൽ എത്തിയിരിക്കുന്നത്. ഇനി ഇന്നെന്ത് പുകിലാണോ ഉണ്ടാകാൻ പോകുന്നത് എന്നോർത്ത് അവൾ മക്കളെയും വിളിച്ചുകൊണ്ട് ഫ്ലാറ്റ് കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. ചാവി അപ്പുറത്തെ ഫ്ലാറ്റിൽ കൊടുക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ കുട്ടികൾ 2 അകത്തേക്ക് എത്തിയിരുന്നു. സൂരജിട്ടനും രശ്മി ചേച്ചിയും തനിക്ക് ചേട്ടനും ചേച്ചിയും പോലെയാണ്. എന്താവശ്യത്തിന് കൂടെ നിൽക്കുന്നവർ. തന്റെ ഫ്രണ്ടായ ഫഹദിന്റെ കൂടെയായിരുന്നു മുമ്പ് ജോലി. രണ്ടുപേരും നഴ്സാണ്. താൻ വൈകിയാൽ മക്കളെ നോക്കുന്ന അവരാണ്. അത്രയ്ക്കും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഇന്ന് അവർ മാത്രമേ തനിക്കൊപ്പമുള്ളൂ. അങ്ങനെ ഫഹദ് പരിചയപ്പെടുത്തുന്നതാണ് ഈ ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ. അവർക്ക് മക്കളില്ല. രണ്ടുപേർക്കും അല്ലു അതി എന്ന് വെച്ചാൽ ജീവനാണ്. ഒരു വിധത്തിലാണ് രണ്ടവിടുന്ന് ഇറങ്ങിയത്. അവരും ജോലിക്ക് പോകുന്ന സമയമാണ്. അതിനിടയിൽ രണ്ടുപേരും അല്ലുവിനെ അതിയെ ഊട്ടാൻ മറന്നില്ല. രശ്മി ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യും. രണ്ടുപേർക്കും ചേച്ചിയുടെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ സ്പെഷ്യൽ ഇവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കും. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായയോട് വെച്ച് ദൈവം വാതിൽ തുറന്ന്. ആരാ? അവന് മുമ്പിലായിരിക്കുന്ന ഏകദേശം തന്നെ അമ്മയുടെ പോലെയുള്ള പ്രായം തോന്നുന്ന സ്ത്രീയോട് ചോദിച്ചു. സാധാ ഒരു കോട്ടൺ സാരിയാണ് വേഷം. ഞാൻ ചിന്നമ്മ, ഇവിടെ വൃത്തിയാക്കാനും മറ്റും വാച്ച്മാൻ പറഞ്ഞിട്ട്. മനസ്സിലായി, അതേ കയറും. അവനവരകത്തേക്ക് ക്ഷണിച്ചു. ഒരുപാട് ജോലിയൊന്നുമില്ല, വീടൊന്ന് വൃത്തിയാക്കാനും എനിക്കുള്ള രാവിലത്തെ രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെക്കണം, അത്രയേ ഉള്ളൂ. വാച്ച്മാൻ പറഞ്ഞായിരുന്നു നിങ്ങളിവിടെ പല ഫ്ലാറ്റിലും ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരേ ഫ്ലാറ്റിൽ ജോലി ചെയ്യാൻ പറ്റില്ലെന്ന്. അതെ സാറേ എന്ന് പറഞ്ഞ് അവർ തലയാട്ടി. ഉച്ചയ്ക്ക് ഞാൻ വരാറില്ല, അതുകൊണ്ട് ഭക്ഷണം വേണ്ട. പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ എൻ്റെ മുറി കയറണ്ട, അത് ഞാൻ തന്നെ വൃത്തിയായിക്കൊള്ളാം. അവൻ തന്റെ പേഴ്സണൽ റൂമിൽ ആരെയും കയറ്റാറില്ല. എന്നാൽ ശരി, ജോലി തുടങ്ങിക്കോളൂ, ഞാൻ ഇറങ്ങിയ സ്പെയർ കീ അവിടെ ഉണ്ട്. സംസാരിച്ച് അവൻ ഫ്ലാറ്റ്